ആയോൾ അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ട് സിസ്റ്റം പ്രോഗ്രാമറിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ PSC പ്രൊഫൈലിൽ 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് കേരള PSC Government.in എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ എടുത്ത പേജിന് ശേഷം നമുക്കിതുപോലെ അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ മൈ പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ അഡ്മിഷൻ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലേറ്റസ്റ്റ് 2025 എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം. അപ്പോൾ അതിനകത്ത് നമ്മൾ PDF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. PDF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതായത് ഇതിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഏത് കോളേജാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അഡ്മിഷൻ ടിക്കറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കിവിടെ അതിൻ്റെ സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് റീഡ് ചെയ്യുക. നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ് മെയിനായിട്ട്. നമുക്ക് അഡ്മിഷൻ ടിക്കറ്റും പിന്നെ ID പ്രൂഫായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ആധാർ കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ID പ്രൂഫ് ഏതാണ്, ഫോട്ടോയുള്ള ID പ്രൂഫ് ഏതാണോ അത് കൈപ്പിടിക്കുക. പിന്നെ ഒരു പാന് കൈപ്പിടിക്കുക. ഓക്കെ.